എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 100 സയൻസ് ചോദ്യങ്ങളാണ്. അപ്പോ 2023, 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചോദിച്ചിട്ടുള്ളത്. സ്ഥാനമാറ്റം മുഖേന, പൊസിഷൻ മാറുന്നുണ്ട് അല്ലെ. ആൻസർ എന്തായിട്ടാ വരുന്നത്? സംവഹനമാണ്. അപ്പൊ വഹിച്ചു കൊണ്ടുപോവാന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ചാലനമുണ്ട്, വികിരണമുണ്ട്, അതുപോലെ തന്നെ സംവഹനമുണ്ട് അല്ലെ. താപപ്രേഷണം ചെയ്യപ്പെടുന്ന 3 രീതി. ഇനി താഴെ നൽകിയിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് അറിയില്ലെങ്കിൽ കൂടി, കാറ്റാണെങ്കിലും തിരമാലയാണെങ്കിലും സൗരോർജ്ജം ആണെങ്കിലും എല്ലാം റിന്യൂവബിൾ സോഴ്സ് ആണ് അല്ലെ. വീണ്ടും വീണ്ടും നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. കിട്ടാത്ത ഒരു ഓഡ് മാൻ ഔട്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. മണ്ണെണ്ണയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ചോദിക്കുകയാണെങ്കിൽ മണ്ണെണ്ണയാണ് കേട്ടോ. ഇനി ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മംഗൾയാൻ അല്ലെ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം അറിയപ്പെടുന്ന പേരെന്താണ്? മംഗൾയാൻ ആണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ആണ് കേട്ടോ. റിഫ്രാക്ഷൻ ഒരുപാട് തവണ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം, അതിനെന്താ പറയാ? ഭ്രമണം അല്ലെ. ഭ്രമണമാണ്, റൊട്ടേഷൻ ആണ്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിക്രമണം. എല്ലാത്തിന്റെയും മലയാളം അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ എന്താ? സർക്കുലർ മോഷൻ ആണ്. നേർരേഖ ചലനം എന്ന് പറഞ്ഞാൽ ലീനിയർ മോഷൻ ആണ്. ഓക്കെ, സ്ട്രെയിറ്റ് പാത്തിലുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ നേർരേഖ ചലനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയം ഉണ്ട്, അതേപോലെ തന്നെ ചിക്കൻ ബോക്സ് ഉണ്ട് അല്ലെ. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 and 3 ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള രീതിയിൽ നോക്കുക കേട്ടോ. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ലാണ് അല്ലെ. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് ചോദിച്ചിട്ടുള്ളത്. കോമ്പല്ലാണ്. ഇനി അടുത്തത്, സ്കർവി ഏത് വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റമിൻ സി ആണ് അല്ലെ. സ്കർവി ഏതാണ്? അതിനകത്തൊരു സി ഉണ്ടല്ലോ. അപ്പൊ വൈറ്റമിൻ സി ആണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ പ്ലാസ്മയാണ്. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പ്ലാസ്മയാണെന്നുള്ളത് ഓർക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ നെല്ലിന്റെ സങ്കരയിനം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പവിത്ര സങ്കരയിനമാണ്, അതേപോലെ തന്നെ ഹ്രസ്വയും സങ്കരയിനമാണ്. നമ്മൾ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ കോഡ്സ് വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അല്ലാത്തത് പറഞ്ഞ അനാമികയും അതേപോലെ തന്നെ അർക്കയാണ് അല്ലെ. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം ആണ് അല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? ആൻസർ എന്താണ് വരുന്നത്? ആന്തോസയനിൻ അല്ലെ. ആന്തോസയനിൻ. ഇനി എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? ആനന്ദ് മോഹൻ ചക്രവർത്തി. ആരാണ്? ആനന്ദ് മോഹൻ ചക്രവർത്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഏതാണ് ഐസോടോപ്പ് ജോഡി എന്ന് പറയുന്നത്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ആണ്. മുകളിൽ എഴുതുന്നതാണ് മാസ് നമ്പർ, താഴെ എഴുതുന്നതാണ് അറ്റോമിക് നമ്പർ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, താഴെയുള്ള 2 ആൾക്കാരും സെയിം ആണ് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് പറയുന്നത്. അതായത് ടോപ്പിലുള്ള ആള് വേറെ ആയിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന സാന്ദ്രണ മാർഗമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ഓക്കെ, അപദ്രവ്യങ്ങൾക്ക്, ഇംപ്യൂരിറ്റീസിന് ഓറിനേക്കാളും സാന്ദ്രത കുറവാണെങ്കിൽ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അപ്പൊ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നിങ്ങളെല്ലാം പഠിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിച്ചു പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം ലാന്തനോയിഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുക കേട്ടോ. റെയർ എർത്ത്. ഓക്കെ, അപ്പൊ എർത്ത് ലാൻഡ് ആയിട്ട് കണക്ട് ചെയ്യാലോ. അപ്പൊ റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? ലാന്തനോയിഡുകളാണ്. ഘനജലത്തിന്റെ രാസസൂത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ D2O, ഹെവി വാട്ടർ ആണ് കേട്ടോ. ഹെവി വാട്ടറിന്റെ രാസസൂത്രം ചോദിക്കുകയാണെങ്കിൽ D2O ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളും പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ള ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ ഏതാണ്? നെഗറ്റീവ് ചാർജ് ആണ്. കറക്റ്റ് ആണ് അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്രോട്ടോണിന് ചാർജ് ഇല്ല എന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. പോസിറ്റീവ് ചാർജ് ആണ്. ഇനി പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, അത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ന്യൂട്രോണിന്
നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത് അല്ലെ. അപ്പൊ ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഏത് ലോഹത്തിന്റെ അയിരാണ് കെലാമിൻ? നമ്മൾ നേരത്തെ പറഞ്ഞു കെലാമിൻ ലോഷൻ സ്കിന്നിലാണ് അപ്ലൈ ചെയ്യണം എന്നുള്ള രീതിയിൽ സിങ്ക് ആയിട്ടൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. ഇനി അഷ്ടക നിയമം ആവിഷ്കരിച്ചിട്ടുള്ളത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. അഷ്ടക നിയമം സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുക. അപ്പൊ പുതിയൊരു ലാൻഡിലേക്ക് എത്തിയ പോലെയൊക്കെ നമുക്ക് തോന്നുന്ന ഓർക്കാം, ന്യൂലാൻഡ്സ് ആണ് അല്ലെ. ഇനി ജലത്തിന്റെ ഘടക മൂലകങ്ങൾ, ജലം എന്ന് പറഞ്ഞാൽ H2O ആണ്. അപ്പൊ അതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം വരുന്നത് PVC ആണ് അല്ലെ. PVC എന്ന് പറഞ്ഞാൽ എന്താ? പോളി വിനൈൽ ക്ലോറൈഡ്, പോളി വിനൈൽ ക്ലോറൈഡ് കേട്ടോ. ഇനി ആദ്യത്തെ സിന്തറ്റിക് പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് ആൻസർ ആയിട്ട് വരാം? സിന്തറ്റിക് പ്ലാസ്റ്റിക് ആണ്. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റിക് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ബേക്ക് ലൈറ്റ് ആണ് അല്ലെ. ബേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ടൊക്കെ പൊതിഞ്ഞു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നതിന് ഏത് താപപ്രസരണ രീതിയാണ് ഉദാഹരണമായിട്ട് വന്നിട്ടുള്ളത്? വികിരണമാണ്, റേഡിയേഷൻ ആണ് കേട്ടോ. ഇതെല്ലാം ടെക്സ്റ്റില് ഫോട്ടോ അടക്കം പിക്ചർ അടക്കം കൊടുത്തിട്ടുള്ളതാണ്. വികിരണമാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാത്തത് അല്ലെ. അപ്പൊ വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. ശരിയാണ്, ഒബ്ജക്റ്റിന്റെ അതേ സൈസ് തന്നെയായിരിക്കും ഇമേജിന്റെ സൈസ് വരുന്നത്. പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. തെറ്റാണ്, നമ്മളിപ്പോ പറഞ്ഞുള്ളൂ അല്ലെ. ഇനി പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. അല്ല, അകലത്തെ സെയിം ആയിരിക്കും എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. നമ്മളിപ്പോ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളും കണ്ണാടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും അത് ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് 1ഉം 4ഉം ആണ് അല്ലെ. 1ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. തെറ്റായിട്ടുള്ളത് ചോദിക്കുകയാണെങ്കിൽ 2ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ള ആൻസർ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇവിടെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ചന്ദ്രനെ ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയമാണ് ചോദിച്ചിട്ടുള്ളത്. 27 1/3 ഡേയ്സ് ആണ്. ഓക്കെ, 27 1/3 ഡേയ്സ്. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏത് തരം ചലനമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? പെൻസിൽ കോമ്പസിൽ വെച്ച് ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്തായിരിക്കും ആ ഒരു മോഷൻ? വർത്തുള്ള ചലനം അല്ലെ, സർക്കുലർ മോഷൻ ആയിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാ? നീരാവിയാണ് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ചോദിക്കുകയാണെങ്കിൽ അത് സ്റ്റീം അല്ലെങ്കിൽ നീരാവിയാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? 20% നൽകുന്നത് അല്ലെ. ഇനി സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായിട്ടുള്ള രോഗമാണോ ഏത് വിഭാഗത്തിൽ പെടുന്നു? റിക്കറ്റ്സി ആണ് കേട്ടോ. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായിട്ടുള്ള രോഗമാണോ ഏത് വിഭാഗത്തിൽ പെടുന്നു? റിക്കറ്റ്സിയ കേട്ടോ. അപ്പൊ ക്രിക്കറ്റ് ഒരു സ്പോർട്ട് ആണെന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായിട്ടുള്ള യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? കരളിൽ വെച്ചാണ് അല്ലെ. യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിൽ വെച്ചാണ്. ഇനി ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജൻ. ഓക്കെ, നൈട്രജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? എന്തിന്റെയാണ്? ജലത്തിന്റെയാണ് കേട്ടോ, ജലത്തിന്റെയാണ്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് ടൈഫോയിഡ്. ഓക്കെ, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് ടൈഫോയിഡ്. അടുത്ത പോയിന്റ്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം അന്നപൂർണയാണ് അല്ലെ. അന്നപൂർണ നേരത്തെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അന്നപൂർണയാണ്. പയറ് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ആണ് റൈസോബിയം. ഓക്കെ, അപ്പൊ റൈസോബിയം ബാക്ടീരിയ എന്താ ചെയ്യുന്നത്? പയറ് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ എങ്ങനെ ചോദിക്കാം, ഇനി ഏതിനെയാണ് വലിച്ചെടുക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നൈട്രജനെയാണ് വലിച്ചെടുക്കുന്നത് കേട്ടോ. റൈസോബിയം ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ശരിയായിട്ടുള്ളത് കേട്ടോ. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് അല്ലെ, എംപ്റ്റി ആണ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. SCERT-യിലുണ്ട്. ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ് അല്ലെ. ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂക്ലിയസിന്റെ പുറത്തുള്ള ഇലക്ട്രോൺസും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമാണെന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റും കറക്റ്റ് ആണ് അല്ലെ. ഇനി ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, തെറ്റായിട്ടുള്ള പോയിന്റ് ആണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയും, അതിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ് ഉള്ളത്, അതും ശരിയായിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ.
അപ്പൊ ഇവിടുത്തെ കറക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്, ആറ്റം വൈദ്യുതപരമാണ്, എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കെലാമിൻ? നമ്മൾ നേരത്തെ പറഞ്ഞു സിങ്ക് ആണെന്ന് പറഞ്ഞു അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, മൂലകങ്ങളുടെ വർഗീകരണവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മാച്ച് ദി ഫോളോയിങ് ആണ്. ത്രികങ്ങൾ, ട്രയാഡ്സ് അല്ലെ, ത്രികങ്ങൾ എന്ന് പറയുമ്പോൾ ട്രയാഡ്സ് അത് ഡൊബ്രെയ്നർ ആണ് അല്ലെ, ഡൊബ്രെയ്നർ ആണ്. നമ്മൾ ആടും ഡോഗും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി അഷ്ടകങ്ങൾ, അഷ്ടക നിയമം ആരുടെയാണ്? ന്യൂലാൻഡ്സിന്റെ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അപ്പൊ ന്യൂലാൻഡ്സ് ഓർത്ത് വെക്കാം. അപ്പൊ 2 വരുന്നത് 3 ഇനി അടുത്ത ഏത്? അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയിട്ടുള്ള പീരിയോഡിക് ടേബിൾ, അറ്റോമിക മാസ് അല്ലെ, അറ്റോമിക് മാസ് അനുസരിച്ചിട്ട് പീരിയോഡിക് ടേബിൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ആരാണ്? മെന്റലീഫ് ആണ് അല്ലെ, മെന്റലീഫ് ആണ്. അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കി പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മോസ്ലി ആണ്. മോഡേൺ അറ്റോമിക് പീരിയഡിന്റെ ഫാദർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മോസ്ലി ആണ്. മോഡേൺ അതുപോലെ തന്നെ വെച്ചിട്ട് തന്നെ മോസ്ലി ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ വാതകമാണ്. ഏതാണ്? ഹൈഡ്രജൻ വാതകമാണ് കേട്ടോ. ഇനി ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായിട്ടുള്ള ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ആണ്. നമ്മുടെ SCRT-യിൽ അതേപോലെ തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. ടാനിക് ആസിഡ് മഷി, അതുപോലെ തന്നെ തുകൽ ഇവയുടെ നിർമ്മാണമാണ്. ഓക്കെ, ടാനിക് ആസിഡ് മഷി, തുകൽ ഇവയുടെ നിർമ്മാണം. സിട്രിക് ആസിഡ് എന്താ പറയുക? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നു അല്ലെ. ഇനി രാസവളങ്ങളുടെ നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നത് ഏതാ? നൈട്രിക് ആസിഡ് യൂസ് ചെയ്യും അല്ലെ, നൈട്രിക് ആസിഡ് യൂസ് ചെയ്യും. അപ്പോൾ ഇത് അസറ്റിക് ആസിഡ് അല്ല കേട്ടോ, അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇനി സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അൾട്രാസോണിക് ആണ് സോണാർ. ഓക്കെ, അപ്പൊ സോണാറിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താണ് സോണാറിന്റെ ഫുൾ ഫോം വരുന്നത്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് അല്ലെ. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. സ്ഥിതികോർജ്ജം, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജിനെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയുടെ യൂണിറ്റ് M×G×H ആണ്. കൈനറ്റിക് എനർജി ആണെങ്കിൽ 12mv² ഉണ്ട്. അതേപോലെ തന്നെ മൊമെന്റം P²/2m നമ്മൾ പറയും കേട്ടോ. കൈനറ്റിക് എനർജിയുടെ P²/2m is equal to കൈനറ്റിക് എനർജി അല്ലെങ്കിൽ 12mv². ഇത് രണ്ടും വെച്ച് വേണമെങ്കിൽ ചോദ്യങ്ങൾ വരാം, പഠിച്ചു വെച്ചേക്കണേ. ഇതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് പ്രകീർണനം. എന്താണ്? പ്രകീർണനം അല്ലെ. നമ്മുടെ മഴവില്ലിന് റീസൺ വരുന്നത് പ്രകീർണനമാണ്. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ എല്ലാം ഊഷ്മാവിന്റെ യൂണിറ്റ് ആണ് അല്ലെ, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ്. അതേസമയം പാസ്കൽ എന്തിന്റെ യൂണിറ്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ പാസ്കൽ പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. അങ്ങനെയാണെങ്കിൽ പ്രവേഗവും വേഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രവേഗം എന്ന് പറഞ്ഞാൽ അതൊരു സദിശ അളവാണ് അല്ലെ. സദിശ അളവ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അതേസമയം വേഗം അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് അതിശയാണ് അല്ലെ, അതിശ അളവാണ്. അവിടെ ഡയറക്ഷന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. രണ്ടിന്റെയും യൂണിറ്റ് സെയിം തന്നെയാണ്. നമുക്ക് മീറ്റർ/സെക്കൻഡിലും കിലോമീറ്റർ/അവറിലും പറയാൻ പറ്റും. ഇനി ത്വരണം എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ആണ് അല്ലെ. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താ? മീറ്റർ/സെക്കൻഡ്² ആണ്. എന്താണ് ത്വരണം? വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെ. സമയത്തിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. മന്ദീകരണം എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ മന്ദീകരണം. അപ്പൊ യൂണിറ്റ് എല്ലാം സെയിം ആണ്, മീറ്റർ/സെക്കൻഡ്² തന്നെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വൈറ്റമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അദാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അവസ്ഥയുടെ പേര്? സിറോഫ്താൽമിയ അല്ലെ, സിറോഫ്താൽമിയ. അപ്പൊ നമ്മുടെ കാഴ്ചയൊക്കെ പോകുന്നു, അന്ധതയിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞില്ല. അപ്പൊ 0 കാഴ്ച എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം. സിറോഫ്താൽമിയ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരുന്നത് ചെവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ, ചെവിയാണ്. ഉമിനീരിന്റെ pH മൂല്യം എത്രയാണ്? 6.2 to 7.6 ആണ്. നമ്മുടെ ഉമിനീര് അല്ലെങ്കിൽ സലൈവയുടെ pH മൂല്യം ചോദിക്കുകയാണെങ്കിൽ 6.2 to 7.6 ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ആഗോള താപനത്തിന് കാരണമായുള്ള ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റിന് ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായിട്ടുള്ള ന്യൂട്രോണിനെ കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് അല്ലെ, ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോ പെൻ ആർ ടി സി എന്നുള്ള രീതിയിൽ ഓർക്കാം, പെൻ ആർ ടി സി. അപ്പോ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ, പെൻ ആർ ടി സി എന്ന് എഴുതി വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ അയിരുകളും ധാതുക്കളാണ് അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എല്ലാ ധാതുക്കളും അയിരുകളല്ല, അതും ശരിയായിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 2ഉം ശരിയാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. സോഡിയം ഏതാണ്? ആൽക്കലി മെറ്റൽസ് ആണ്, ശരിയാണ്, ആൽക്കലി ലോഹമാണ്. കാൽഷ്യം ഏതാണ് വരുന്നത്? സംക്രമണ ലോഹമാണോ? ട്രാൻസിഷൻ മെറ്റൽസ് ആണോ? അല്ല അല്ലെ, ആൽക്കലൈൻ മെറ്റൽസ് ആണ്, ആൽക്കലൈൻ ആണ് കേട്ടോ, അപ്പൊ തെറ്റാണ്. അലുമിനിയം വരുന്നത് ബോറോൺ കുടുംബമാണ്, ശരിയാണ് അല്ലെ, അലുമിനിയം ബോറോൺ കുടുംബം കറക്റ്റ് ആണ്. ഇനി ക്ലോറിന്റെ ഏതാണ്? ക്ലോറിൻ ഹാലജൻ ആണ് അല്ലെ, ഹാലജൻ ആണ്. ഓക്കെ, ഉത്കൃഷ്ട വാതകമല്ല, ഹാലജൻ ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. അപ്പൊ ഇവിടെ തെറ്റായിട്ട് വരുന്നത് 2ഉം 4ഉം ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും 1:8 ആണ്. എത്രയാണ്? 1:8 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിൽ ഏതൊക്കെയാ വരുന്നത്? കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഓക്കെ, പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും. C12H22O11 ആണ് കേട്ടോ. ഓക്കെ, C12H22O11 ആണ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പൊ കാർബണും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധിയാണ് ചോദിച്ചിട്ടുള്ളത്. 20 ഹേർട്സ് ആണ്. അപ്പൊ 20 ഹേർട്സ് ടു 20 കിലോ ഹേർട്സ് വരെയാണ് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ 20 കിലോ ഹേർട്സിന് പകരം ചിലപ്പോൾ 20,000 ഹേർട്സ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താ? പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ് അല്ലെ. അപ്പൊ പ്രവൃത്തിയുടെയും അതേപോലെ തന്നെ എനർജിയുടെയും വർക്കിന്റെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത് ജൂള് തന്നെയാണ് അല്ലെ, ജൂള് തന്നെയാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി വഹിച്ചുകൊണ്ടുവന്ന് പറഞ്ഞില്ലേ, അപ്പൊ സംവഹനം. ഇനി വസ്തു ഒരു തുലനാവസ്ഥയെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിന് നമ്മൾ എന്താ പറയാ? ഓസിലേഷൻ എന്ന് പറയും. നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിലൊക്കെ നടക്കുന്നത് അല്ലെ. അപ്പൊ ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം. ഓക്കെ, ഇനി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ ആൻസർ വരുന്നത് കൽക്കരിയാണ്. സൗരോർജമാണെങ്കിലും കാറ്റാണെങ്കിലും തിരമാല ആണെങ്കിലും പാരമ്പര്യേതര സ്രോതസ്സുകളാണ്. കൽക്കരിയാണ് പാരമ്പര്യ സ്രോതസ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് കൽക്കരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സുകളാണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള. ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കണം. ഇതൊരു റിവിഷൻ ആയിട്ട് തന്നെ കാണാം. എല്ലാവരും നല്ല രീതിയിൽ നാളത്തെ എക്സാം എഴുതുക കേട്ടോ. ടെൻഷൻ ഒന്നും വേണ്ട. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ ഇരുന്ന് എക്സാം എഴുതുക കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ഡേ.